ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി 25 വൈകുന്നേരം ഒരു 5:30 നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളായ ബുധനും ശനിയും അന്യോന്യം 0 ഡിഗ്രിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണ സംയോഗം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ബുധനും ശനിയും മിത്രഭാവത്തിലുള്ള ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളുടെ പൂർണ്ണ സംയോഗം വളരെ മഹത്തരമായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ ചില നക്ഷത്രക്കാർക്ക് സമ്പത്ത്, ലാഭം, നേട്ടം, ഐശ്വര്യം, ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിഞ്ഞ ഒരു ജീവിതം അത് തന്നെയാണ് പറയേണ്ടത് ലഭിക്കുവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും അകന്നുപോയി സാമ്പത്തികമായ ഒരു മേന്മയുണ്ടാകുകയും ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആളുകൾക്ക് ആ അസ്വസ്ഥതകളൊക്കെ നീങ്ങി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 25 മുതൽ തന്നെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അതൊരു 7 ദിവസത്തിന് ശേഷമായിരിക്കും പൂർണ്ണ തോതിലുള്ള ഒരു മാറ്റത്തിലേക്ക് നമ്മൾ മനുഷ്യരിലേക്ക് അല്ലെങ്കിൽ നമുക്ക് അനുഭവത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ആ ഒരു മാറ്റം സംഭവിക്കാൻ തുടങ്ങുന്നത്? അതായത് 25-നാണ് കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു രണ്ട് ഗ്രഹങ്ങളുടെ ബുധനും ശനിയും അന്യോന്യം കൃത്യം 0 ഡിഗ്രിയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫലം പിന്നീട് 7 ദിവസത്തിന് ശേഷം നമുക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. വളരെ വലിയ സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടാകും. ലാഭം, ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അത് ലാഭത്തിലായിരിക്കും. ധനനേട്ടമുണ്ടാവും, ഐശ്വര്യം വർദ്ധിക്കും, കുടുംബ സൗഖ്യമുണ്ടാകും, മക്കൾക്ക് ഐശ്വര്യമുണ്ടാകും, കുടുംബത്തിൽ നേട്ടങ്ങൾ വന്നു ഭവിക്കും, ആരോഗ്യപരമായുള്ള ബുദ്ധിമുട്ടുകൾ അകലും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫലം എന്ന് പറയേണ്ടത്. അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ മാറ്റം വരുന്നതെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇവിടെ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കന്യരാശിയാണ്. അപ്പോൾ കന്യരാശിയിൽ വരുന്നത് ഉത്രം അവസാന 1/4 ഭാഗം വരുന്നുണ്ട്, അത്തം നക്ഷത്രം വരുന്നു, അടുത്തത് ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി വരുന്നുണ്ട്. അപ്പോൾ കന്യരാശിയിൽ ജനിച്ചവർക്ക് ശനിയുടെയും ബുധന്റെയും ഈ സംയോഗം വളരെയധികം ലാഭത്തെയായിരിക്കും ജീവിതത്തിൽ നൽകാൻ പോകുന്നത്. കാരണം ഈ സംയോഗം നടക്കുന്നത് 6-ാം ഭാവത്തിലാണ് ഇവിടെ ശനിയും ബുധനും ഒന്നിക്കുന്നത്, അപ്പോൾ ഒന്നിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൂർണ്ണ സംയോഗം ഇവിടെ നടക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് പൂർവിക സ്വത്ത് സംബന്ധമായോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടേതായിട്ട് കോടതിയിലുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറുകയാണ്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ, മനുഷ്യരാണ്, എന്തെങ്കിലുമൊക്കെ സ്വത്തുവകകളായിട്ടോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതപരമായിട്ടോ എന്തെങ്കിലും കേസ് തർക്കങ്ങൾ കോടതിയുമായി ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഒരു അനുകൂലമായ ഫലത്തെ നൽകും. അതായത് നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വിധി വരുമെന്ന് സാരം. ശത്രുക്കൾ, അതായത് നിങ്ങളുടെ ശത്രുക്കളാണല്ലോ ഈ ഒരു വിധത്തിൽ നിങ്ങളെ കോടതി വരെ എത്തിച്ചത്. അപ്പോൾ ആ ശത്രുക്കളുടെ മേൽ വിജയം ഉണ്ടാവുകയും ഇനി നേട്ടത്തിന്റെ സമയം തന്നെ നിങ്ങളിലേക്ക് എത്തപ്പെടുകയുമാണ്. അപ്പോൾ ശത്രുക്കൾ മുഖേന തന്നെ ഭാഗ്യം തടയപ്പെട്ട ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥ നിങ്ങൾക്ക് മാറുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുകയും ഓർഡറുകൾ, അതായത് നിങ്ങളുടെ ബിസിനസ് എന്താണോ, നിങ്ങളിപ്പം ഒരു ഹോട്ടൽ നടത്തുകയാണെങ്കിൽ തന്നെ അതൊരു ബിസിനസ്സാണ്. അപ്പോൾ കൂടുതൽ ഓർഡറുകൾ ഉണ്ടാവുകയും നിങ്ങളുടെ ബിസിനസ് ഒന്നുകൂടി വിപുലമാക്കുക, ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാൻ കൂടി നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് നല്ല സമയമാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാവുകയും അത് സ്ഥാനക്കയറ്റം സാമ്പത്തികമായ ഒരു ഉന്നതിയിലേക്ക് നിങ്ങളെ നയിക്കുകയും പ്രശസ്തി, അംഗീകാരം എന്നിവ നിങ്ങളുടെ വഴിയിൽ എത്തുകയും ചെയ്യുന്നതാണ്. അപ്രതീക്ഷിതമായിട്ട് ധനലാഭമൊക്കെ ഉണ്ടാകുമ്പോൾ ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കടം കൊടുത്ത പണം, അത് ചെറിയ തുകയാണെങ്കിൽ വലിയ തുകയാണെങ്കിൽ കിട്ടാക്കടമുണ്ടല്ലോ, അതൊക്കെ തിരികെ കിട്ടുന്നത് കൂടിയായിരിക്കും. പല രീതിയിൽ നിങ്ങളുടെ കയ്യിലേക്ക് പ്രതീക്ഷിക്കാതെ ധനം വന്ന് ചേരുന്ന സമയം കൂടിയാണ്. പഴയ നിക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ലാഭം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നിരുന്ന ആളുകൾക്കും ഇനി അത് നിങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിയതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ആഗ്രഹങ്ങളൊക്കെ ചെറിയ തോതിലുള്ളത് അല്ലെങ്കിൽ വലിയ തോതിലുള്ളത് എന്ന് വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടാനുമുള്ള സമയമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ എന്തൊക്കെ ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളാൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നതുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. വളരെ മേന്മയും നേട്ടവും ഉണ്ടാകുന്ന സമയമാണ് കന്നി രാശിക്കാർക്ക് ആരംഭിച്ചിരിക്കുന്നത്. അടുത്തത് മകരം രാശിയാണ് വരുന്നത്. ഉത്രാട അവസാനം 1/4 ഭാഗം വരുന്നുണ്ട്, തിരുവോണം അടുത്തത് അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗം വരുന്ന മകരം രാശിക്കാർക്ക് നേട്ടമാണ് ഉണ്ടാക്കുന്നത്. ധനഭാവത്തിലാണ് ഈ ഒരു മാറ്റം, രണ്ട് ഗ്രഹങ്ങൾ മാറ്റം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം വരുമാന വർധനവുണ്ടാകുന്നതാണ്.
പുതിയ പല ആശയങ്ങൾ, അതായത് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് പല വിധത്തിലുള്ള ആശയങ്ങൾ രൂപം കൊണ്ട് അതിനെ ഒന്ന് ക്രോഡീകരിച്ചെടുത്തിട്ടാണ് നല്ലൊരു രീതിയിലേക്ക് നമ്മൾക്ക് എങ്ങനെ ഏത് ബിസിനസ്സിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് ബിസിനസ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാം എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ആ ഒരു ചിന്തകൾ നിങ്ങളിലേക്ക് കൂടുതലായി എത്തുകയും സുഖവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവുകയും ഭവനത്തിൽ തന്നെ അതൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. കാരണം ബുധന്റെ സ്വാധീനം നിമിത്തം നിങ്ങൾക്ക് ഈ കാലയളവിൽ ആശയവിനിമയ മാർഗമാണ്. അറിയാമല്ലോ, ബുധൻ വിദ്യാകാരകനാണ്. അതുകൊണ്ട് തന്നെ വിദ്യാപരമായ, അതായത് കുട്ടികൾക്ക് മാത്രമല്ല മനുഷ്യനായാലും ദൈനംദിന കാര്യങ്ങൾ ഒരു കാശ് ഇടപാടുകൾക്ക് പോലും ബുദ്ധിപരമായി വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ബാലൻസ് തരുമ്പോൾ ചിലപ്പോൾ തരുന്ന ആൾക്ക് കൂടുതൽ അങ്ങോട്ട് ചെല്ലും, അല്ലെങ്കിൽ നമ്മൾക്ക് കുറവായി പോകും. അപ്പോൾ ഇതൊക്കെയും ബുദ്ധിപരമായി നമ്മൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ ഓരോ ആളുകൾ പറയും വിദ്യാർത്ഥികൾക്കല്ലേ ബുധന്റെ കാരകത്വം വരുമ്പോൾ ഗുണം വരുന്നതെന്ന്. അങ്ങനെയല്ല, വിദ്യാർത്ഥികളെന്നല്ല ഓരോ മനുഷ്യനും അത് ഗുണകരമാണ്. കാരണം ആശയവിനിമയം നടത്താൻ പോലും നമ്മൾക്ക് ബുധന്റെ അനുഗ്രഹം വളരെയധികം അത്യാവശ്യം. അപ്പോൾ ഈ ഒരു സമയത്ത് ബിസിനസ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും അധികം. കാരണം നമ്മുടെ ഒരു പ്രോഡക്റ്റ് വിറ്റഴിക്കണമെങ്കിൽ നമുക്ക് ആശയവിനിമയം അത്യാവശ്യമാണ്. ഈ ഒരു വേളയിൽ ബുധന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മാർക്കറ്റിംഗ് രംഗത്ത്, അതേപോലെ തന്നെ TV മീഡിയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ആ ഒരു ആശയവിനിമയ കഴിവ് വർദ്ധിക്കുകയും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ളൊരു അവസരം കൂടി ഉണ്ടാവുകയാണ്. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായാലും വളരെ നല്ല സമയം കൂടിയാണ് തെളിഞ്ഞിരിക്കുന്നത്. വൃശ്ചികം രാശിയാണ് അടുത്തത്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം നക്ഷത്രം, അടുത്തത് തൃക്കേട്ട നക്ഷത്രം വരുന്നതാണ് വൃശ്ചികം രാശി. അപ്പോൾ ശനിയുടെയും ബുധന്റെയും പൂർണ്ണ ഒരു സംയോഗം നിമിത്തം ഗുണകരമായ മാറ്റങ്ങൾ തന്നെയാണ് വൃശ്ചികം രാശിക്കാർക്കും കാണുന്നത്. കാരണം ഈ രാശി മാറ്റം ഗ്രഹനിലയുടെ 4ാം ഭാവത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ 4ാം ഭാവത്തിൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഭൗതിക സുഖങ്ങൾ കൂടുതലായി അനുഭവിക്കാനുള്ള യോഗം കൂടി തെളിയുന്നതാണ്. വാഹനങ്ങൾ വാങ്ങാനുള്ള ഭാഗ്യം തെളിയുന്നുണ്ട്. വസ്തുവകകൾ കൈവശം വന്നു ചേരാനുള്ള അനുകൂല സമയം കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. കർമ്മമേഖലയിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ഭവിക്കുകയും ശോഭനമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയും ചെയ്തതാണ്. സാമ്പത്തികമായി മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായുള്ള മാറ്റങ്ങളും ഈ ഒരു വേളയിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കർമ്മമേഖല നേട്ടം ഈ സമയത്തുണ്ടാവും. പദവി, അംഗീകാരം ഇതൊക്കെ വന്ന് ഭവിക്കണം. കാരണം 4ാം ഭാവത്തിലാണ് ഈ ഒരു ഗ്രഹനിലയിൽ, അല്ലെങ്കിൽ ഈ വൃശ്ചികം രാശിക്കാർക്ക് ഈ ബുധന്റെയും ശനിയുടെയും സംയോഗം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു പൊളിച്ചുപണി, ഒരു ചേഞ്ച് ഉണ്ടാകാൻ പോകുന്ന സമയം തന്നെയാണ്. സാമ്പത്തിക മാറ്റം ഉണ്ടാകും. ആരോഗ്യപരമായും അത് നല്ല രീതിയിൽ മാറ്റത്തിന് കാരണമാകുന്നുണ്ട്. ചിലവുകൾ കുറയുകയും പൂർവിക സ്വത്തുകൾ വന്നു ചേരാൻ, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ, പൂർവിക സ്വത്ത് വന്നു ചേരുമെന്ന് പറയുമ്പോൾ കുടുംബപരമായി ഒരുപാട് മക്കളുള്ള ആളുകളാണെങ്കിൽ എല്ലാവർക്കും വീതിച്ചു വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിൽ ഉണ്ടായതിൻ്റെ പേരിൽ ചിലപ്പോൾ ഇതൊന്ന് തടസ്സപ്പെടുകയും അല്ലെങ്കിൽ കോടതി സംബന്ധമായ പ്രശ്നങ്ങളിലേക്കൊക്കെ നീങ്ങിയ സ്വത്തുകളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് മറ്റൊരാളുടെ കയ്യാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക്, ആ നഷ്ടം നികത്തി മാറി നിങ്ങളിലേക്ക് കിട്ടേണ്ടത് നിങ്ങളിലേക്ക് എത്തും ചെയ്യുന്ന സമയമാണ്. അനാവശ്യ ചിന്തകൾ, അല്പം ആശയക്കുഴപ്പങ്ങളൊക്കെ മനസ്സിലുണ്ടാവും. ഒന്ന് മാറ്റിയിരിക്കുക. എന്തിനാണ് ആശയക്കുഴപ്പത്തിൻ്റെ മനസ്സ് കലുഷിതമാക്കേണ്ട യാതൊരു ആവശ്യവും കാണുന്നില്ല. കാരണം ഇവിടെ 4ാം ഭാവത്തിൽ നിങ്ങളുടെ ഗ്രഹനില അനുസരിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ധനഭാവത്തിൽ തന്നെയാണ് ഇവിടെ മാറ്റം ഉണ്ടായിരിക്കുന്നത്. ശനിയുടെയും ബുധന്റെയും പൂർണ്ണ ഒരു അപഹാര സമയം നടക്കുന്നുണ്ട് വൃശ്ചികം രാശിക്കാർക്ക്. അത് വളരെയധികം ഗുണങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്ന, ദോഷങ്ങളെ അല്ല നൽകുന്നത്. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അഭിവൃദ്ധിയുടെ സമയം തന്നെയാണ് ആഗതമായിരിക്കുന്നത്. മുന്നേ ഉള്ള സമയങ്ങളെ വെച്ച് നോക്കി ഇപ്പോഴുള്ള കാലം ഇനി അത് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് ആ ഒരു ചിന്തയിലേക്ക് പോകാതിരിക്കുക. അനാവശ്യമായിട്ടുള്ള ഒരു വാഗ്വാദങ്ങൾക്കോ ആശയക്കുഴപ്പത്തിലേക്ക് മനസ്സിനെ കൊണ്ടുചെന്നത് എത്തിക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. വളരെ നല്ല സമയം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ശനിയുടെയും ബുധന്റെയും പൂർണ്ണ സംയോഗം ഈ ഒരു ഫെബ്രുവരി 25 സംഭവിച്ചപ്പോൾ അതിൻ്റെ ഫലമായ മാറ്റങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്നത് ഈ ഒരു നക്ഷത്രക്കാർക്ക്, ഈ പറഞ്ഞ 9 നക്ഷത്രക്കാർക്കാണ്. 9 നക്ഷത്രക്കാർക്ക് അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് കൂടുതൽ ഭൂരിഭാഗ ഭാഗ്യവും ലഭിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് കിട്ടുകയില്ല എന്നതല്ല, കുറവുകൾ ഉണ്ടാകും. നിങ്ങൾക്കായിരിക്കും അതിൻ്റെ പൂർണ്ണ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടാകാനായി പോകുന്നത്. സന്തോഷമായിരിക്കും. വളരെ നല്ലൊരു സമയം തന്നെയാണ് എത്തിയിരിക്കുന്നത്.